സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എൻ്റെ വളരെ അടുത്ത, വളരെയധികം ഞാൻ ബഹുമാനിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ 3 മക്കളെയും പഠിപ്പിച്ച 3 മക്കളുടെയും വളരെ ഫേവറേറ്റായിട്ടുള്ള ഒരു അധ്യാപകൻ്റെ ഇന്നത്തെ എന്താ പറയുക, ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളുടെ പിന്നാലെ പോയതിനാൽ നഷ്ടപ്പെട്ട ആരോഗ്യത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്, അത് കഴിഞ്ഞപ്പോൾ ഒരു മാസം മുമ്പായിരുന്നു തോന്നുന്നു, അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകനും എൻ്റെ അടുത്ത് വന്നിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം 3 ഡോസും ഈ കൊറോണ വൈറസിൻ്റെ വാക്സിൻ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ഹോമിയോ ഡോക്ടറാണ്. അദ്ദേഹം 2 പ്രാവശ്യം എടുത്തിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടി, അവർ 1 പ്രാവശ്യം എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ നിലവിൽ, അവർ പറഞ്ഞതാണ്, ഇത് എൻ്റെ വേർഷനില്ല, ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രം. അവർ പറഞ്ഞതനുസരിച്ച് അവർക്ക് സൂര്യപ്രകാശം കൊണ്ട് വൈറ്റമിൻ ഡി ഉണ്ടാവുന്നില്ല എന്ന ഒരവസ്ഥ ഉണ്ടെന്നും അതിന് വളരെ കൂടുതൽ വിലയുള്ള ഈ വൈറ്റമിൻ ഡിയുടെ ഇത് നേരിട്ട് കൊടുക്കുകയാണെന്നും അങ്ങനത്തെ ഒരവസ്ഥയാണെന്നും അതുകൊണ്ട് തന്നെ ഈ വാക്സിൻ 3 പ്രാവശ്യം എടുത്ത ആൾക്ക് കൂടുതലും 2 പ്രാവശ്യം എടുത്ത ആൾക്ക് കുറച്ച് കുറവും 1 പ്രാവശ്യം എടുത്ത ആൾക്ക് അതിലും കുറവാണെന്നാണ് അവരുടെ നിഗമനം. അവർ പറഞ്ഞതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തെ ഒന്ന് ഫോൺ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമാണ്. പനിച്ചിട്ട് നിൽക്കാൻ വയ്യ. മാത്രമല്ല, ഈ പനിയാണെങ്കിൽ വൈറൽ ഫീവറാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്യണം. ഇങ്ങനെ പോയാൽ, അതായത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്യൂഡോ സയൻസാണ് ഇന്നത്തെ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന സാധനം. അത് നമ്മളെ യഥാർത്ഥത്തിൽ ക്യാപിറ്റലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ബഹുരാഷ്ട്ര കുത്തകകളുടെ ഏറ്റവും നല്ല ഒരു സ്യൂഡോ സയൻസാണ്. യഥാർത്ഥത്തിൽ മനുഷ്യന് ഈ ജീവനെക്കുറിച്ചിട്ടുള്ള ഒരു ചുക്കും അറിയില്ല. അതറിയാനുള്ള ഒരു ചാനൽ പ്രകൃതി നമുക്ക് തന്നിട്ടുമില്ല. പിന്നെ ഇവിടെയുള്ള നിയമങ്ങളെ കണ്ടെത്തിയ ശാസ്ത്ര വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയൊക്കെ നമുക്ക് പരമാവധി സാധാരണ മനുഷ്യരെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നിലവിലിരിക്കുന്ന ആധിപത്യം ഉറപ്പിക്കുന്ന എല്ലാ സമൂഹവും ചെയ്തിട്ടുള്ളത്. അത് ആദ്യമൊക്കെ ഈ മതങ്ങൾ വിചാരിച്ചിരുന്നു, മതങ്ങളെ കൊണ്ട് നടന്നിരുന്നു. മതങ്ങളുടെ പേര് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ പേര് പറഞ്ഞാൽ ഒക്കെ ആൾക്കാർ അവരുടെ അധ്വാനം, അവരുടെ സമ്പത്തും കൊണ്ടുപോയിട്ട് സമർപ്പിക്കുമായിരുന്നു. ഇന്നിപ്പോൾ എല്ലാവരും അങ്ങനെയില്ല. അതിന് പകരം ശാസ്ത്രത്തിൻ്റെ പേരാണ് പറയുന്നത്. ശാസ്ത്രത്തിൽ നിലവിൽ കണ്ടെത്തിയ കുറേ വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളൊന്നും തന്നെ ജീവൻ എന്ന അതിസങ്കീർണമായ പ്രപഞ്ചത്തിൻ്റെ
ഒരു വ്യവസ്ഥക്ക് ബാധകമല്ല. ഏതുപോലെ ഇപ്പോൾ സൗരയൂഥം എന്നത് പ്രപഞ്ചത്തിൻ്റെ, നമ്മൾ സയൻസിനോ ആ സയൻസിൽ അതിനൊന്നും പങ്കെടുക്കാനോ സയൻസിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലുള്ള ഒരു കാര്യം തന്നെയാണ് ജീവൻ എന്ന പ്രക്രിയ. പക്ഷേ ഇവിടെ പല 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 കണ്ടെത്തലുകളും മനുഷ്യൻ്റെ കഴിവുകൊണ്ട് നടത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മളെ കാശുണ്ടാക്കാൻ അല്ലെങ്കിൽ ആളെ പറ്റിക്കാൻ എന്നുള്ള നിലക്ക് ഉപയോഗിക്കുന്നവരുണ്ട്. അവരുപയോഗിക്കുമ്പോൾ ഏതൊരു പുതിയ എലമെൻ്റ് കണ്ടെത്തി വിചാരിച്ചോ, അപ്പോൾ അതിൻ്റെ ചെറിയ ഡോസുകളിൽ ഭയങ്കര വിഷമായിരിക്കും. മാത്രമല്ല നമ്മളെ ബോഡിക്കോ ശരീരത്തിനോ, ഈ ശരീരത്തിൻ്റെ ആകെ ഇത്രയും കാലം നിലനിന്ന മനുഷ്യ ശരീരം എന്നത് വളരെ നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ ലക്ഷക്കണക്കിന് കൊല്ലങ്ങളോ ആയിട്ടുണ്ടാകുന്ന ഒരു സാധനം. അക്കാലത്തൊന്നും ഇല്ലാത്ത ഈ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഭാഗമല്ലാതിരുന്ന വസ്തുക്കളിൽ എടുത്തിട്ട് അത് ചെറിയ ഡോസാക്കിയിട്ട് കൊടുത്ത് ഈ ഡോസ് കൊണ്ട് ഇത് മാറും എന്ന നിലയിലാണ് പലപ്പോഴും ഈ മെഡിക്കൽ റിസർച്ചുകൾ നടത്തുന്നത്. ഈ റിസർച്ചുകളൊക്കെ തന്നെ ടൈം ടെസ്റ്റഡ് ആയിട്ട് മാത്രമേ നടത്തൂ. എക്സ്പൊണൻഷ്യലായിട്ട് അല്ലെങ്കിൽ അനുഭവങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ അതിൽ വേറൊരു കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ 20ാം നൂറ്റാണ്ടോട് കൂടിയാണ് സാമാന്യ ആപേക്ഷികത സിദ്ധാന്തവും പ്രത്യേക ആപേക്ഷികത സിദ്ധാന്തവും ക്വാണ്ടം സിദ്ധാന്തവും ഒക്കെ സയൻസിൻ്റെ വകയായിട്ട് വന്നത്. അതനുസരിച്ച് തന്നെ ഈ മാറ്റം എന്നത് ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളിലും നിലനിൽക്കുന്നതാണ്. അതില്ലെങ്കിൽ വസ്തു ഇല്ല എന്നാണ് സാമാന്യ ആപേക്ഷിക സിദ്ധാന്തം തന്നെ പറയുന്നത്. അതനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്നത് ഈ പ്രപഞ്ചം നിലനിൽക്കാൻ തന്നെ ആവശ്യമാണ് എന്നാണ് ചതുർമാന പ്രപഞ്ച സിദ്ധാന്തം എന്ന 4 ഡയമെൻഷണൽ തിയറി ഓഫ് മോഡേൺ സയൻസ്. ഇതനുസരിച്ച് ഉണ്ടാകുന്ന മാറ്റങ്ങളെ പരിപൂർണമായിട്ടും കണക്കിലെടുക്കാതെ അവഗണിച്ചുകൊണ്ട് ഈ മെഡിക്കൽ റിസർച്ചുകാർ, കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഈ മെഡിക്കൽ റിസർച്ചുകാർ, അവർ കൊടുത്ത വസ്തുവിൻ്റെ, അവർ ചെയ്ത ഓപ്പറേഷൻ്റെ, അവർ ചെയ്ത ആക്ടിവിറ്റിയുടെ ഗുണമാണ് ഈ ആരോഗ്യത്തിലേക്ക് നയിച്ചത് എന്ന് വരുത്തുന്നത്. യഥാർത്ഥത്തിൽ ജീവൻ എന്ന സാധനത്തിൻ്റെ സ്വാഭാവികമായ അവസ്ഥയാണ് ആരോഗ്യത്തിലേക്ക് നീങ്ങുക എന്നത്. അതല്ലാതെ അതിനറിയില്ല. പ്രപഞ്ചത്തിൻ്റെ പ്രതിഭാസമായ ജീവൻ, പ്രപഞ്ചത്തിൻ്റെ ഭാഗമായ ജീവന്, അത് മനുഷ്യൻ്റെതായിക്കോട്ടെ, പശുവിൻ്റെതായിക്കോട്ടെ, പോത്തിൻ്റെതായിക്കോട്ടെ, കഴുതതായിക്കോട്ടെ, ഇനി ചെറിയ ഉറുമ്പിൻ്റെതായിക്കോട്ടെ, അതൊക്കെ തന്നെ പൂർണ്ണമായും കൂടുതൽ അതിന് നിലനിൽക്കാൻ പറ്റുന്ന കൂടുതൽ ശരിയിലേക്കും കൂടുതൽ ആരോഗ്യത്തിലേക്കും നയിക്കാൻ മാത്രമേ അതിന് കഴിയുള്ളൂ. എന്ന് വിചാരിച്ചാൽ എന്നും ആരോഗ്യം എന്നുള്ള ഓരോന്നിനും ഓരോന്നിൻ്റെതായ വ്യവസ്ഥാപിതമായ ഒരു നിയമമുണ്ട്. അത് ഒരു വളർച്ചയുള്ള ഒരു കാലമുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന് അടുത്ത തലമുറകൾ വരും. ആ തലമുറകൾ അത് ഏറ്റെടുക്കും. ഇതിന് പോകേണ്ടി വരും. അതായത് ജീവൻ നിലനിൽത്താൻ എന്നുള്ളതല്ല, ജീവൻ എന്ന് തന്നെ നിലനിൽക്കുന്നതാണ്. പക്ഷേ അതിന് അതിൻ്റെതായ ഒരു വ്യവസ്ഥ ഉണ്ട്. അതനുസരിച്ചല്ലാതെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഇതിന് ഈ പിന്നെ ആൻറ്റിബയോട്ടിക്കുകളോ അങ്ങനെയുള്ള മറ്റും
ഇപ്പോൾ ഔഷധങ്ങൾ എന്ന് പറഞ്ഞുള്ള പാഷാണങ്ങളോ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപകടം പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു അധ്യാപകനാണ്, എൻ്റെ 3 മക്കളെയും പഠിപ്പിച്ച ആളാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. നമ്മളെ സാക്ഷരതാ കാലം മുതൽ വളരെ സജീവമായി ഈ നാട്ടിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. മാത്രമല്ല, അപ്പോൾ അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ അപകടമാണ്. നിങ്ങൾ ഒരിക്കലും തിരിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ നശിപ്പിക്കാൻ മാത്രമേ ഈ ഗുളികകളും മരുന്നുകളും ഒക്കെ, അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകളും ഈ അതിൻ്റെ കുറേ പൈസ നഷ്ടം മാത്രമല്ല, നിങ്ങളെ ജീവനും നഷ്ടമാവും എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഈ പനി എന്നത് ഏത് പനി ആയിക്കോട്ടെ, 900 പനിയുണ്ട്. ഇപ്പം നിലവിലിരിക്കുന്ന എല്ലാ ഇഷ്ടമില്ലാത്ത ജീവികളുടെയും പേരിൽ പനിയുണ്ട്. നേരെ മറിച്ച് ഒരു വെള്ളക്കാരൻ്റെ പേരിൽ പനിയില്ല, വെള്ളക്കാരൻ്റെ നാട്ടിൻ്റെ പേരിൽ പനിയില്ല. ആഫ്രിക്കൻ പനി ഉണ്ടാവാം, അല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാർക്ക് പനി ഉണ്ടാവാം, അങ്ങനെയുള്ള രോഗങ്ങളുണ്ടാവാം. ഈ രോഗങ്ങളൊക്കെ വെറുതെ പറയുന്നതാണ്. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു എബോളയല്ല, ഒരു കുഞ്ചോ അല്ല. നിങ്ങളെ ശരീരത്തിൻ്റെ കഴിവ് കൊണ്ടാണ് പനി ഉണ്ടാക്കുന്നത്. പ്രതിരോധിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ്. നിങ്ങളെ ശരീരത്തിനെ പരമാവധി തുറന്നു വിടുക, അതിനെ ഉപദ്രവിക്കാതിരിക്കുക. ആ സമയത്ത്, പനിയുള്ള സമയത്ത് വേണ്ടാത്ത ഭക്ഷണം പോലും നിർത്തുക. കഴിയുന്നത്ര വെള്ളം കുടിച്ചോ, പിന്നെ അല്ലെങ്കിൽ ഇളനീർ വെള്ളം കുടിച്ച് മാത്രം ജീവിക്കുക. പനി മാറിയിട്ട് തിന്നാൽ മതി. ഇത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. നേരെ മറിച്ച് നിങ്ങളെ ഈ അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും ഈ പണ്ടത്തെ പുരോഹിതന്മാർ പറ്റിച്ച പോലെ ഇന്നത്തെ ആധുനിക പുരോഹിതന്മാരായ മെഡിക്കൽ സയൻസിൻ്റെ പേരും പറഞ്ഞിട്ട് നടക്കുന്ന അപ്പോസ്തലന്മാർ, അതായത് സയൻസിനെ എല്ലാ കാലത്തും, ഈ മതങ്ങളുണ്ടായതൊക്കെ അക്കാലത്ത് സയൻസിൻ്റെ പേരിൽ തന്നെയാണ്. അക്കാലത്ത് ഈ സയൻസ് എന്ന് പറഞ്ഞത് ഈ ഒരു സൃഷ്ടാവിൻ്റെ അനുയായികളും അങ്ങനെ തന്നെയായിരുന്നു അർത്ഥം. അന്നത്തെ സയൻസ് അതുതന്നെയായിരുന്നു. ആ സയൻസിൽ അക്കാലത്ത് പുരോഹിതന്മാർ എങ്ങനെയാണോ സാധാരണ മനുഷ്യനെ ചൂഷണം ചെയ്തത്, അതേപോലെ ആണ് ഇന്നത്തെ പല മെഡിക്കൽ സയൻസും മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന. അവരാണ് ഈ രോഗങ്ങൾക്കൊക്കെ അവർക്ക് ഇഷ്ടമുള്ള പേരുകൾ ഇട്ടിട്ട്, ഭയപ്പെടുത്തുന്ന പേരുകളും ഭീകരമായ പേരുകളൊക്കെ ഇട്ടിട്ട് നമ്മളെ ഇത് ഭയങ്കരമാണ് എന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്നത്. അതുവഴി നമ്മളെ ജീവൻ പോകുമല്ലാതെ ഒരു ഉപകാരമില്ല. നേരെ മറിച്ച് നിങ്ങളെ ശരീരത്തെ, നിങ്ങളെ പ്രകൃതിയെ, ഈ പ്രപഞ്ചത്തിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഭാഗമാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ ദയവ് വിചാരിച്ചിട്ട് വേണ്ടാത്തതൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങളവിടെ കിടക്കുക. എന്നാൽ ആ പനി മാറുന്നതോടുകൂടി നിങ്ങളുടെ ഇപ്പം നിലവിലിരിക്കുന്ന രോഗങ്ങൾ എന്തെങ്കിലും ഒന്നെങ്കിലും മാറും. അത് പ്രമേഹമായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഈ വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് സംഭരിക്കാനുള്ള കഴിവില്ലായ്മ ഉണ്ടായതായിരിക്കാം. അതോ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളെ നിങ്ങളുടെ പനി കൊണ്ട് ഉണ്ടായ
ആ പനി യഥാർത്ഥത്തിൽ ഒരു മരുന്നില്ലാതെ മാറുന്നതോടുകൂടി ഈ രോഗവും മാറാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒന്ന് എന്തായാലും മാറും. ഇനി യാതൊരു സംശയവും വിചാരിക്കേണ്ട. അതിനു വേണ്ടിയിട്ടാണ് പ്രകൃതിയുടെ ഈ പനികളൊക്കെ. പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ശരീരത്തിലുള്ള ഒരു പ്രത്യേക പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ശരീരം തന്നെ സ്വയം ചൂടാക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വിശക്കില്ല, ക്ഷീണം വരും. ആ ക്ഷീണം വരുമ്പോൾ നിങ്ങളവിടെ കിടക്കുക, വിശക്കണില്ലെങ്കിൽ ആഹാരം കഴിക്കാതിരിക്കുക. അപ്പോൾ കഴിയുമെങ്കിൽ, പറ്റുമെങ്കിൽ, ദാഹിക്കുമെങ്കിൽ മാത്രം വെള്ളം കുടിക്കുക. അവിടെ കിടന്നോളൂ, യാതൊന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ അങ്ങനെ നിങ്ങളെ പനി മാറിയാൽ ഒരു സംശയം വിചാരിക്കേണ്ട, നിങ്ങളെ പ്രമേഹം മാറും. നിങ്ങളുടെ മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതും കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയല്ല, ഇത് ദൈവത്തിൽ വിശ്വസിച്ചിട്ടുള്ളതാണെങ്കിലും പ്രകൃതിയിൽ വിശ്വസിച്ചാണെങ്കിലും ഈ സാമാന്യ ആപേക്ഷികതയിൽ വിശ്വസിച്ചിട്ടാണെങ്കിലും എന്ത് ചെയ്താലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. അതല്ലെങ്കിൽ സാധാരണ നിലവിലിരിക്കുന്ന മരിക്കാൻ വേണ്ടി കാശ് കൊടുക്കുന്ന, അതായത് അവസാനം മൂക്കിൽ ഒരു കുഴലും കൂടി ഇട്ടിട്ട് ഒരാളോടും ഒരു യാത്ര പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു മരണവും അതിന് നിങ്ങളൊക്കെ സമ്പാദിച്ചിരുന്ന നല്ലൊരു തുകയും കൊടുത്തുകൊണ്ടുള്ള ഒരു മരണമാണ് നിങ്ങൾ കാക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ബഹുരാഷ്ട്ര കുത്തകകളുടെ ഏജൻറ്റുകളായ ഈ ആരോഗ്യം കൊണ്ട് ചൂഷണത്തിൻ്റെ ഒരു പർവ്വമാക്കിയ, ആരോഗ്യത്തെ ചൂഷണത്തിൻ്റെ ഒരു പർവ്വമാക്കിയ ഈ ഡോക്ടർമാരെയും മോഡേൺ സയൻസിനെയും മോഡേൺ അലോപ്പതിയെയും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അപകടമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇത്രയും ദിവസങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു സംശയമില്ല, നിങ്ങൾക്ക് പനി ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളെ ശരീരത്തിന് ശേഷിയുണ്ട് എന്നാണ്. പ്രതികരിക്കാനും മറികടക്കാനും ഉള്ള ശേഷിയുണ്ട് എന്നാണ്. ആ പനിയെ, ഈ മനുഷ്യന് ഉപകാരമായ പനിയെ ഭയപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിന് പല പല പേരുകൾ ഇട്ടിട്ട് ഭയപ്പെടുത്തിക്കൊണ്ട് നമ്മളെ തീരാ ദുഃഖത്തിലേക്കും ജീവഹാനിയിലേക്കും നയിക്കുന്ന ഒരു പരിപാടിയാണ് ഇന്നത്തെ ആധുനിക മെഡിസിൻ നടത്തുന്നത്. നിങ്ങൾക്ക് അറിയോ എന്ന് എനിക്കറിയില്ല. ഈ മെഡിക്കൽ സയൻസിൻ്റെ പ്രാഥമിക ഗ്രന്ഥങ്ങളിൽ തന്നെ പനിയുള്ളപ്പോഴാണ് മനുഷ്യ ശരീരത്തിൻ്റെ റെസിസ്റ്റിംഗ് പവർ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്ന് എഴുതി വച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഈ റെസിസ്റ്റിംഗ് പവർ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ശരീരം അത് ഉണ്ടാക്കാൻ തന്നെ പനി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും എയിൽമെൻറ്റോ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ആ റിപ്പയർ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പനി ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ മറ്റൊരു ജോലിയും ചെയ്യാതിരിക്കാനാണ് നിങ്ങൾക്ക് ക്ഷീണം. അപ്പോൾ നിങ്ങളൊന്നും ആഹാരം കഴിക്കാതിരിക്കാനാണ് നിങ്ങൾക്ക് വിശപ്പില്ലാത്തത്. ആ സമയത്ത് നിങ്ങൾ പ്രകൃതിയെ എതിരിടുക, പ്രകൃതിയെ മറികടക്കാൻ ശ്രമിച്ചാൽ അത് അപകടമാണ്. അതിൻ്റെ പേരിൽ ആഹാരം കഴിച്ചാൽ തന്നെ അപകടം. പനിയുള്ള സമയത്ത് നല്ലൊരു ബിരിയാണി തിന്നാൽ തന്നെ അത് കൂടുതൽ അപകടമാവുന്നത് പോലെ, അതേപോലെ യഥാർത്ഥ മരുന്നുകളൊക്കെ തന്നെ വിഷങ്ങളാണ്. ആ വിഷങ്ങൾ കഴിച്ചാൽ കൂടുതൽ അപകടമാവുമായിരിക്കും ചെയ്യുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലതാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ.
ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.